നമസ്കാരം, നമസ്തേ. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഡിസംബർ 5 എല്ലാവർക്കും ആദരവും വന്ദനവും. ഇന്ന് ഈ പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ അറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രം, ചികിത്സയല്ല നൽകുന്നത്. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC, അന്താരാഷ്ട്ര മെഡിക്കൽ പ്രസ്റ്റീജ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു മലയാളിയായി ജനിച്ച എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഗൗരവമേറിയ ഒരു 4-5 കാര്യങ്ങളാണ്. ഒന്ന്, ഭാരതത്തിൽ 15 കോടിയിലേറെ കുട്ടികൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 100 കുട്ടികളിൽ 57 കുട്ടികൾ നല്ല ആരോഗ്യത്തോടു കൂടിയും 47 കുട്ടികൾ മാറാരോഗം, ജനിതക രോഗം, അപൂർവ രോഗം, ക്രോമോസോം ഇംബാലൻസ് തുടങ്ങി ഓട്ടിസം, സെറീബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രം, MR പോലുള്ള ഗുരുതര രോഗങ്ങളായി ജനിക്കുന്നു. ഒരു ദിവസത്തിൽ 25-ലേറെ കുട്ടികൾ അപൂർവ രോഗങ്ങളായി വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ല എന്നും പറഞ്ഞ് മാതാപിതാക്കൾ വട്ടം തിരിയുന്നു. പക്ഷെ ഒരു സത്യം പറയട്ടെ, ഇന്ന് ഡൗൺ സിൻഡ്രം, ട്രൈസോമി 21, പെലീസസ് മേസ്ബേക്കർ ഡിസീസ്, ഒപ്പം സെറീബ്രൽ പാൾസി ഒഴികെ മിക്ക ജനിതക രോഗങ്ങളും കുട്ടികളുടെ ബർത്ത് ഡിഫക്റ്റ് അഥവാ ജന്മവൈകല്യങ്ങളും 60% വരെ ഭേദമാക്കാമെന്നും ഇപ്പോൾ അത് 80% വരെ 12 വയസ്സിന് താഴെയും 18 വയസ്സിന് താഴെ 60% വരെയും ഭേദമാക്കാമെന്ന് ഞങ്ങൾ ഓർത്തോ മോളിക്കുലാർ മെഡിസിൻ കനേഡിയൻ ഗവേഷണ വിഭാഗത്തിൽപ്പെട്ട എനിക്ക് ഞങ്ങളടക്കം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം 8 മാസം വരെ കാത്തിരിക്കാനോ ഞങ്ങൾ കൊടുക്കുന്ന ന്യൂട്രീഷണൽ ഉപദേശമോ പോഷക ഉപദേശമോ പോഷണ ചികിത്സയോ പോഷണ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ നല്ല ഗുണനിലവാരമുള്ള പോഷണ സപ്ലിമെൻറ്റ് ഗതികെട്ടാൽ കഴിക്കേണ്ടി വരും. കാരണം ഒരു വീട് കത്തിയാൽ, ഒരു കാട് മുഴുവൻ കത്തിയാൽ കപ്പിലും സോസറിലും സ്പൂണിലും നനച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചിലപ്പോൾ 100 കണക്കിന് ഫയർഫോഴ്സ് വേണ്ടി വരും. അതുപോലെയാണ് കുട്ടികളുടെ ശരീരം. മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത്ര ന്യൂട്രീഷൻ കിട്ടാതെ, പോഷണം കിട്ടാതെ ജനിക്കുന്ന കുട്ടികൾക്കാണ് ഈ അപൂർവ രോഗങ്ങൾ വരുന്നതെന്നും ഇത് നിയാസിൻ, സൾഫർ, B12, വൈറ്റമിൻ D, ഫോളിക് ആസിഡ്, അയൺ എന്നിവ ഗർഭിണികൾക്ക്, സഹോദരിമാർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കുട്ടികൾ ജനിക്കുന്നതെന്നും നീണ്ട 30 കൊല്ലത്തെ ഗവേഷണത്തിലൂടെ ഞങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ മിക്ക അലോപ്പതി ഡോക്ടർമാരും ഇതിനെതിരെ തിരിഞ്ഞ് ഇതിന് മരുന്നില്ല, ചികിത്സയില്ല, മരണം മാത്രമാണ് വഴി, നിങ്ങൾ സപ്ലിമെൻറ്റുകളോ പോഷണോ കഴിക്കേണ്ട, ഞങ്ങളുണ്ടാക്കിയ കെമിക്കൽ രാസമരുന്നുകൾ ഷെഡ്യൂൾഡ് H, G, L1 കോസ്മെറ്റിക് മെഡിസിൻ, ഇതുകൊണ്ടൊന്നും ജനിതക രോഗം ഭേദമായിട്ട് ലോകത്ത് ചരിത്രമില്ല. കാരണം ഞങ്ങളിതിനെ ജെനിറ്റോട്രോപ്പിക് എന്നാണ് പറയുന്നത്. അമിത പോഷണം ഇതിന് ആവശ്യമാണ്. 8 മാസം വരെ ചികിത്സിക്കാതെ ഒരു തവണ മാത്രം കൊടുത്ത് ഇനി പോഷണവും വേണ്ട, ചികിത്സയും വേണ്ട, നമുക്ക് രാസവസ്തുക്കൾ ഏതെങ്കിലും MBBS MD ഡോക്ടർമാരുടെ അഭിപ്രായവും കേട്ട് അവർക്കിതിലൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്നുള്ളത് സത്യം. കാരണം അവർ ഉയർന്ന ഗവേഷണ ബിരുദങ്ങളോ ആഴത്തിലുള്ള പരിജ്ഞാനമോ അതിൻ്റെ അതോറിറ്റിയോ അല്ല. സാധാരണ ഒരു രോഗം വന്നാൽ നമ്മൾ MBBSകാരൻ്റെ അടുത്തോ BAMSകാരൻ്റെ അടുത്തോ ഒരു ഹോമിയോ ഡോക്ടറുടെ അടുത്തോ പായും. പക്ഷേ അതാത് രോഗങ്ങൾക്ക് ആഴത്തിൽ പ്രാവീണ്യമുള്ള ഗവേഷണ ചികിത്സാ വിഭാഗം നടത്തുന്ന ഡോക്ടർമാരെയോ സയൻറ്റിസ്റ്റുകളെയോ ആണ് കാണേണ്ടത്. ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ഉപദേശമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടർക്കോ സയൻറ്റിസ്റ്റിനോ മാത്രമേ ആ രോഗം ചികിത്സിക്കാൻ പറ്റൂ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അണലിപ്പാമ്പ് കടിച്ചാൽ നീർക്കോലിക്ക് കൊടുക്കേണ്ട മറുവശം കൊടുത്ത ഒരു കാര്യവുമില്ല. കാരണം നീർക്കോലിക്കും ചേരയ്ക്കും വിഷമില്ല. പക്ഷേ അപ്പോൾ എന്താണോ നിങ്ങൾ അതാത് അറിവുള്ള വ്യക്തികളുമായി മാത്രം ബന്ധപ്പെടുക, 8 മാസം വരെ ചികിത്സിക്കുക, കൃത്യമായിട്ട് ഭക്ഷണവും മരുന്നുകളും കഴിക്കുക, പോഷകാഹാരം കഴിക്കുക, അതിൽ മാക്രോ ന്യൂട്രിയൻസിനും കൊഴുപ്പിനും കാർബോഹൈഡ്രേറ്റിനും പ്രോട്ടീനിനും ഉറക്കത്തിനും ശുദ്ധജലത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കരുതലിനും മാനസിക ആരോഗ്യത്തിനും ജനിതക രോഗങ്ങളിൽ പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ മാനസിക ആരോഗ്യം കൂട്ടാൻ ശ്രമിക്കുക. അതോടുകൂടി തന്നെ ശാരീരിക ആരോഗ്യവും ഇമ്മ്യൂൺ സിസ്റ്റവും
വലുതാവും. താങ്ക് യു. ഞങ്ങൾ ഗതികേട് കൊണ്ടാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ ജുഡീഷ്യൽ മെമ്പറും അതിൻ്റെ അധ്യക്ഷനും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗവേഷകനും ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും സീനിയർ പ്രൊഫസറുമായ എനിക്ക് ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ ഗതികേട് കൊണ്ടാണ് ഈ കേരളത്തിലെ ഭാരതത്തിലെ മറ്റു ഡോക്ടർമാരുടെ വഴിതിരിപ്പിക്കൽ കാരണം മിക്ക മാതാപിതാക്കളും ഇപ്പോൾ ആത്മഹത്യയുടെ വഴിയിലാണ്. ഇത് ഭേദമാകില്ല, നമുക്ക് കുട്ടിയായിട്ട് മരിക്കാം. ഇത് തെറ്റാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം. പോഷണ ചികിത്സയിൽ വിശ്വസിക്കുക. പോഷകാഹാരങ്ങൾ മാത്രമാണ്, പോഷണ ചികിത്സ മാത്രമാണ് ജെനിറ്റോട്രോപിക്. അവർ അമിതമായി വിറ്റാമിൻസിനും മിനറൽസിനും പോഷണത്തിനും കേഴുന്നു. ഇത് തിരിച്ചറിയാതെ നിങ്ങൾ വഴി തെറ്റിപ്പിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോകാതിരിക്കുക. ഒരു ന്യായാധിപൻ, അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ നിങ്ങൾ 100-ൽ 80 ഡോക്ടർമാരും ഇന്ന് മിക്കവരെയും വഴിതിരിപ്പിക്കുന്നു. അവർ റൂട്ട് കോസ് കണ്ടുപിടിക്കുന്നില്ല, ജനിതക തകരാർ കണ്ടുപിടിക്കുന്നില്ല. ആകെ കൊടുക്കുന്നത് കുറേ മരുന്നുകളും പണം വാങ്ങലും. ഇത് തെറ്റാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. നമസ്കാരം. താങ്ക് യു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ദർ ഈസ് നോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. ഒരഭിപ്രായം മാത്രം. താങ്ക് യു.